ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മേഘയും മുത്തശ്ശിയും മനോഹരനും വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയോ ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ലക്ഷ്മി വരികയാണ്. ഡി മേഘ എന്ന് വിളിച്ചിട്ട് മേഘ അപ്പം തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ കാര്യം? ഡി, എന്താ പാടില്ലാത്തത് ചെയ്യാൻ? അതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഛി, നിനക്കൊന്നും ജീവിക്കാനേ അർഹതയില്ല എന്ന് പറഞ്ഞ് മുഖമടച്ച് കൊടുക്കുകയാണ് ലക്ഷ്മി മേഘയ്ക്ക്. അത് കണ്ട് മനോഹരനും മുത്തശ്ശി ഏയ് എന്താ ഇത് എന്ന് അതൊന്നും വകവയ്ക്കാതെ ലക്ഷ്മി പറയാണ്, ഏയ് നീയൊക്കെ സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാണ്. ഇത്രയും വർഷം നിന്നെ തോളത്തും തലയിലും വെച്ച് വളർത്തിയതിന് എനിക്കിപ്പോൾ നാണക്കേട് തോന്നുക. ഛി എന്ന് പറയാണ് ലക്ഷ്മി. അപ്പോൾ മുത്തശ്ശി, ഏയ് ലക്ഷ്മി, ഇതെന്താ നിന്റെ ഇഷ്ടത്തിന് വന്ന് മേഘയെ അടിച്ചിട്ട് വായി തോന്നുന്നത് പോലൊക്കെ സംസാരിക്കുന്നോ? ഇവൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആരുമില്ലെന്ന് കരുതിയോ? അത് കേട്ട് മനോഹരനും മൂളാണ്. ഉടൻ ലക്ഷ്മി പറയാണ്, അമ്മായി മിണ്ടാതിരിക്ക്. ഇത് ഞങ്ങളും ഇവളും തമ്മിലുള്ള പ്രശ്നമാണ്. അമ്മായി വെറുതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. വെറുതെ അവിടെ മിണ്ടാതിരിക്ക്. ഇവളെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറുക. ഇവൾ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും നിന്റെ മുഖത്ത് കാറി തുപ്പും. മേഘയ്ക്ക് അതൊക്കെ കേട്ട് ദേഷ്യം വരികയാണ്. മേഘ പറയാണ്, ദേ നോക്ക്, ഞാനൊരു പരിധി വരെ ക്ഷമിക്കും. വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. എടീ, നീ എന്ത് ചെയ്യുമെന്ന്? എന്താ, ഞങ്ങളെ അങ്ങ് കത്തിച്ചു കളയോ? ഫ്രോഡ്. നിന്റെ ഞരമ്പിൽ ഓടുന്നത് രക്തം തന്നെയാണോ അതോ വേറെ വല്ലതുമാണോ? ചീ. ഇതൊക്കെ കേട്ടിട്ടും മേഘയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. മേഘ മുത്തശ്ശിയെ നോക്കാണ് എന്ന നിലയിൽ. നിന്നെ വളർത്തിയ പാവത്തിന് ഞങ്ങളെ തന്നെ ശിക്ഷിക്കണം. മുത്തശ്ശി അത് കേട്ടിട്ട് പിന്നെ അപ്പോൾ മഹേന്ദ്രൻ സാറ്, ലക്ഷ്മി, ഇവൾ ഇത്രയും ക്രിമിനൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദേ ഇവർ രണ്ടുപേരുവാ. അവളുടെ പുറകിൽ നിൽക്കുന്ന രണ്ടുപേരില്ലേ അവർ. നിൽക്കുന്നത് കണ്ടില്ലേ? പന്ന അലവലാതി. മനോഹരനെ കാണിച്ചിട്ട് പറയാണ്, ഇവൻ ഒരുത്തനാ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തിയൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവനെ ഇവിടുന്ന് അടിച്ചോടിച്ചാൽ ഇവൾ ഇനി ഇങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല. മനോഹറിൻ്റെ കുത്തിന് പിടിച്ചടാ പോടാ പുറത്ത് എന്ന് പറഞ്ഞ് മനോഹരനെ അടിച്ച് തള്ളാൻ നോക്കുകയാണ് മഹേന്ദ്ര സാറ്. അപ്പോൾ ലക്ഷ്മി, ഏയ് മഹേന്ദ്ര, എന്തായി കാണിക്കുന്നേ? പുറത്ത് എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളുകയാണ്. മഹേന്ദ്ര നീ എന്തായി കാണിക്കുന്നേ? ലക്ഷ്മിയും പറയാണ്, അടിച്ച് പുറത്താക്കേട്ടാ. മനോഹരൻ ഇടയ്ക്ക് പറയാണ്, മര്യാദയ്ക്ക് എന്നെ വിട്ടോ, അതാ നിങ്ങൾക്ക് നല്ലത്. എന്നെ വിടാൻ? ആരുടെ വീട്ടിൽ കയറി വന്ന് ആരോടാണ് നിങ്ങൾ കയർത്ത് സംസാരിക്കുന്നത്? മനോഹരൻ ചോദിക്കുക. ദേ നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അതോ രണ്ടിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കണോ? നീ ഞങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും അല്ലേ? ആരോടാ നിനക്ക് അതിനുള്ള ധൈര്യം തന്നത്? ഏയ് മഹേന്ദ്ര, വിട്. മുത്തശ്ശി. മനോഹരൻ പറയാണ്, ആദ്യം എൻ്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. മര്യാദയ്ക്കാണ് ഞാൻ പറയുന്നത്. മനോഹരനെ നന്നായിട്ട് പിടിച്ചുലയ്ക്കുകയാണ്. അപ്പം മനോഹരൻ, ദേ എൻ്റെ സ്വഭാവം മാറും. അപ്പം മേഘ, അയ്യോ, പറഞ്ഞത് കേൾക്കാതെ എന്നെ പിടിച്ച് തള്ളുന്നോ? മര്യാദയ്ക്ക് പെരുമാറ്. അപ്പം മഹേന്ദ്ര സാറ് ഏയ് എന്ന് പറഞ്ഞ് വീണ്ടും പിടിക്കുകയാണ്. അവൻ്റെ കുത്തിന് പിടിച്ചിട്ട് പറയാണ്, എന്താടാ പോടാ അവിടുന്ന്. അപ്പോഴേക്കും ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു ഈ കാര്യം. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, അച്ഛൻ ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അതേ ചന്ദ്രികേ, വാ നമുക്ക് പോയി നോക്കാം എന്ന് സിദ്ധുവും പറയാണ്. മര്യാദയ്ക്ക് പോയിക്കോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ? നീ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ സിദ്ധു ഓടിപ്പോയിട്ട് പറയാണ്, ഏയ് എന്താ പ്രശ്നം? മുത്തശ്ശിയും പറയാണ്, ഏയ് വിടാനാ പറഞ്ഞത്, മനോഹരനെ വിട്. നിങ്ങൾ ആരുടെ ദേഹത്താണ് കൈവയ്ക്കുന്നത്? എന്താ അങ്കിളെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സിദ്ധു. ഈ പന്ന റാസ്കൽ എത്ര തരം താഴ്ന്ന പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്താ സംഭവം എന്നാർക്കും അറിയില്ല. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്താ അങ്കിളെ, എന്താ ചെയ്തേ? അപ്പോഴാണ് മഹേന്ദ്ര സാറ് ജ്യോത്സ്യന്മാരെ കണ്ടതും സംസാരിച്ചതൊക്കെ പറയുന്നത്. മഹേന്ദ്ര സാറ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞത്, ഈ രണ്ട് ജാതകവും ഒന്നിച്ചു ചേർന്നാൽ അവരുടെ കുഞ്ഞിന് തന്നെ ആപത്താണ്. അതൊക്കെ സിദ്ധുവിനെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്, സിദ്ധുവിനെയും മറ്റുള്ളവരെയൊക്കെ. അപ്പോഴാണ് മേഘയ്ക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായത്. ജ്യോത്സ്യന്മാരെയൊക്കെ എല്ലാവരെയും ഇവൾ കൈക്കലാക്കിയിരിക്കുന്നു. പിന്നെ റോഡിൽ വെച്ച് കണ്ട കാര്യം മഹേന്ദ്ര സാർ പറയാണ്. അതായത് ജ്യോത്സ്യൻ മേഘയോട് പറയാണ്, നിങ്ങൾ കാശ് തന്നിട്ട് എന്നോട് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു. ജ്യോത്സ്യൻ്റെ സംസാരം കേട്ട് മേഘ ചിരിക്കുകയാണ്. എന്നിട്ട് ജ്യോത്സ്യൻ വീണ്ടും പറയാണ്, പണം തരുന്നവരോട് വിശ്വസ്തത കാണിക്കണ്ടേ?
നിങ്ങൾ ഇനിയും എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യും. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് മനോഹരൻ ആ പൂജാരിക്ക്, അതായത് ജോത്സ്യന് പൈസ കൊടുക്കുന്ന കാര്യം, ഇത് 5000 രൂപയുണ്ട്, മേഘ തരാൻ പറഞ്ഞു, ഇതാ വെച്ചോ. അപ്പോൾ ജോത്സ്യൻ പറയാണ്, ഞാൻ മാത്രമാണോ പറഞ്ഞത്? എത്ര ജോത്സ്യന്മാരെ കൊണ്ട് ഞാൻ ഈ നുണ പറയിപ്പിച്ചു? ഇതൊക്കെ കേട്ട് എല്ലാവരും ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്. മേഘയാണെങ്കിലോ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതൊക്കെ കേട്ടതിന് ശേഷം സിദ്ധു പറയാണ്, ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ഇവർ രണ്ടുപേരും കൂടി ചെയ്തതെന്ന് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? എന്നിട്ട് സിദ്ധു പറയാണ്, ഏയ് മേഘ, നീ വിദ്യാഭ്യാസമുള്ളവളല്ലേ, നിനക്കെങ്ങനെ ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത്? സിദ്ധു ഥു എന്ന് പറഞ്ഞ് തുപ്പിയിട്ട് പറയാണ്, നാണം കെട്ടവൾ. അപ്പോൾ അതേപോലെ തന്നെ ലക്ഷ്മി പറയാണ്, സിദ്ധു, ഇവൾ ഒരു ജോത്സ്യന് മാത്രമല്ല പണം കൊടുത്തത്, ഒരുപാട് ജോത്സ്യന്മാരെ കാണുകയും പണം കൊടുക്കുകയും ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, ഓരോ ജോത്സ്യന്മാർ പറയുമ്പോഴും ഞങ്ങളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്നറിയാമോ? ഞങ്ങളത് പുറത്ത് പറയാൻ പറ്റാതെ മനസ്സിനുള്ളിൽ തന്നെ വെച്ച് എത്രമാത്രം വേദനിച്ചു എന്നറിയോ? ചന്ദ്രിക സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ് ലക്ഷ്മിയുടെ സംസാരം കേട്ടിട്ട്. ഞാനും ഏട്ടനും മനസ്സിനുള്ളിൽ തന്നെ വെച്ച് നീറി കഴിയായിരുന്നു. പക്ഷേ നല്ല സമയത്ത് ആ ദൈവം സത്യത്തെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചു തന്നു. അത് മതി ഞങ്ങൾക്ക്. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി ഇവളുടെ ജീവിതമെല്ലാം നശിച്ചു പോകത്തേയുള്ളൂ. പിന്നെ സിദ്ധു പറയാണ്, അങ്കിളെ, കളവ് പറഞ്ഞ ജോൽസിൻ്റെ പേരിലും ഇവരുടെ രണ്ടുപേരുടെയും പേരിലും ഉടനെ തന്നെ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കണം. അത് കേട്ട് മുത്തശ്ശി അതേപോലെ തന്നെ മനോഹരനും മേഘയും പേടിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ചന്ദ്രിക പറയാണ്, വേണ്ട സിദ്ധു സാർ, ഇവർ വിചാരിക്കുന്നതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. ഇവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവർക്ക് ദൈവം തന്നെ കൊടുത്തോളും. ലക്ഷ്മി പറയാണ്, മേഘ, നിന്നെ അപമാനിക്കണമെങ്കിൽ ഇപ്പം തന്നെ നിൻ്റെ പേരിലും ആ ജോത്സ്യൻ്റെ പേരിലും നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. പക്ഷേ ചന്ദ്രിക പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ നിങ്ങളെല്ലാം കമ്പി എണ്ണേണ്ടി വരും. സിദ്ധു, ഇവനെയൊക്കെ വായേട്ട പോവാം എന്ന് പറഞ്ഞ് ലക്ഷ്മി എല്ലാവരെയും വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം പിന്നിൽ നിന്നും മനോഹരൻ പറയാണ്, ഒന്ന് പോടാ. മുത്തശ്ശിയും അതുപോലെ തന്നെ എല്ലാം കീഴടക്കിയ മട്ടിൽ നിൽക്കുകയാണ്. മേഘയാണെങ്കിലോ വല്ലാത്ത ടെൻഷനിലും വിഷമത്തിലും നിൽക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം എല്ലാവരും റെസ്റ്റോറൻറ്റിലാണുള്ളത്. അതായത് എന്ന് പറഞ്ഞാൽ മേഘയുടെ അച്ഛൻ ചന്ദ്രൻ അച്ഛനും അതേപോലെ തന്നെ അയാളുടെ 2 കുട്ടികളും. പിന്നെ ചന്ദ്രൻ അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. അപ്പോൾ മോളോട് പറയാണ്, മോളെ, മേഘ മോളാണ് വിളിക്കുന്നത്. അവൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ സഹോദരി പറയാണ്, ചേച്ചി വാ മോളെ, ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കും മോളെ, ഇങ്ങോട്ട് വാ. ഹായ് ചേച്ചി. ചേച്ചി സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ അവർക്ക് 2 പേർക്കും ജോലി കൊടുത്തില്ലേ? അച്ഛൻ പറയാം. അതുകൊണ്ടാണ് മോളെ, നിനക്കൊരു ട്രീറ്റ് തരാൻ വേണ്ടിയാണ് മോളെ നിന്നോട് വരാൻ പറഞ്ഞത്. ഒക്കെ സന്തോഷത്തോടെ ചോദിക്കാണ്, ട്രീറ്റോ? എനിക്കോ? അതേ മോളെ, നിനക്ക് തന്നെ. എന്തിനാ ഇതൊക്കെ? എന്താ മോളെ, അവർക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു? നിനക്ക് വേണ്ടി അവർ ഇതെങ്കിലും ചെയ്യണ്ടേ? ഇന്ന് നീ തന്നെയാണ് മോളെ ഇവരുടെ ചീഫ് ഗസ്റ്റ്. ചേച്ചി എന്താ കഴിക്കുന്നത്? എന്താ ഓർഡർ ചെയ്യണ്ടേ? എനിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കഴിച്ചോ. ചേച്ചി എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നേ. ശരി, ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാം. എന്താ മേഘ ഇത്? അവർ നിനക്ക് ട്രീറ്റ് തരണം എന്ന് പറയുന്നു, എന്നിട്ട് നീ ഒരു സാൻഡ്വിച്ച് മാത്രം ഓർഡർ ചെയ്യുന്നു. സാരില്ല, വേറൊരു ദിവസം ഞാൻ ഉറപ്പായിട്ടും കഴിക്കാം. അപ്പോൾ ചന്ദ്രൻ അച്ഛനും പറയാണ്, ശരി മോളെ. വേറെ പ്ലീസ് കം, ഇവിടെ വാ. യെസ് സാർ, പറയൂ. മേഘ അപ്പം തന്നെ പറയാണ്, എനിക്കൊരു സാൻഡ്വിച്ച്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ചന്ദ്രനാച്ചൻ പറയാണ്, എനിക്ക് ഒരു നൂഡിൽസ് മാത്രം മതി. എനിക്കൊരു പിസ്സ, എനിക്കൊരു ബർഗർ. പിസ്സ, ബർഗർ, കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്നോളൂ. ചന്ദ്രനച്ഛനും മേഘയും മറ്റു 2 സഹോദരനും കൂടി നന്നായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയും ഫ്രണ്ടും അവിടെ വന്നത്. എന്നിട്ട് ചന്ദ്രിക, ഇവിടെ ഇരിക്കാം അല്ലേ? അതെ, ഇവിടെ ഇരിക്കാം. എന്താ വേണ്ടത്? എനിക്കൊരു ജ്യൂസ് മതി. അപ്പോൾ വേറെ നോക്കുകയാണ് ചന്ദ്രിക. എന്താ മാഡം? നമുക്ക് 2 പേർക്കും 2 ജ്യൂസ്. ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ അതിനുശേഷം ഇപ്പുറത്ത് നിന്ന് ചന്ദ്രനച്ഛനും മേഘയും മറ്റു സഹോദരനും പറയാണ്, ഇത് ബർഗർ കൊള്ളാം അല്ലേ? അപ്പോൾ വേറൊരാൾ പറയാണ്, പിസ്സ കൊള്ളാം അല്ലേ എന്ന് പറയാണ്. എന്നൊക്കെ അവർ പറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുകയാണ്. ചന്ദ്രികയും വന്ന ഫ്രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക മേഘയെ കാണുന്നത്. അപ്പം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, മേഘയും ഇവിടെ ജ്യൂസ് കഴിക്കാൻ വേണ്ടി വന്നതാണോ? പിന്നെ അടുത്ത് തന്നെ ചന്ദ്രനച്ഛനെയും കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, അടുത്തിരിക്കുന്നത് ആരാ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നല്ലോ. അത് ചന്ദ്രനാണല്ലോ. മേഘയുടെ കൂടെ അയാളെന്താ ഇവിടെ? അവർ രണ്ടുപേരെയും കണ്ടിട്ട് പറയാണ്, ആ രണ്ടുപേരെയും ഇതിനു മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആ, മേഘയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇവർ വന്നിരുന്നു. ഇവർ എല്ലാവരും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ മുൻപരിചയം ഉണ്ടെന്നാണ് തോന്നുന്നത്. അനീഷിൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചയാളാണ് ചന്ദ്രൻ. അങ്ങനെയുള്ള ഒരാളുമായി മേഘ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ. ഏയ് ചന്ദ്രികെ, എന്ത് പറ്റി? കുറേ നേരമായിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അല്ല, എനിക്ക് അറിയുന്നവരെ പോലെ തോന്നി, അതുകൊണ്ടാ. എന്നാൽ പോയി സംസാരിക്ക്. ഏയ്, അതിൻ്റെ ആവശ്യമില്ല. നീ ജ്യൂസ് കുടിക്ക്, ചന്ദ്രിക അവളോട് പറയാണ്. അപ്പോൾ ചന്ദ്രികയുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ കോൾ വന്നു. അപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പറയാണ്, ഹലോ, ഞാനിപ്പോൾ കോഫി ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ. നീ വന്നാൽ മതി, ഇവിടെ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ ലൊക്കേഷൻ ഇടാം. ഓക്കെ. അപ്പോൾ അവരോട് ചന്ദ്രിക ചോദിക്കുകയാണ്, ആരാ ഫോണിൽ? അത് എൻ്റെ ഹസ്ബൻഡാ. എന്നെ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, നീ എപ്പോൾ പറയുന്നോ അപ്പം ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യാം വന്നിട്ട്. ഒരുപാട് നന്ദി സ്മിത. ശരി ചന്ദ്രികെ, ഞാൻ ഇറങ്ങുക. ശരി, സൂക്ഷിച്ചു പോകണേ. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ പോയി. വീണ്ടും ചന്ദ്രിക അവരെ തന്നെ നോക്കുകയാണ്. ഈ ചന്ദ്രനും ഇവർ രണ്ടുപേരും ഈ മേഘയും തമ്മിൽ ഇവർക്കിടയിൽ എന്തോ രഹസ്യം ഉള്ളതുപോലെ തോന്നുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മേഘ പറയാണ്, ശരി, എനിക്ക് സമയമായി, ഞാൻ ഇറങ്ങുന്നു. ശരി മോളെ. ചേച്ചി, ഇങ്ങോട്ട് വന്നതിന് ഒരുപാട് നന്ദി. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്നു. ഞങ്ങൾ എപ്പോഴും ചേച്ചിയുടെ വിശ്വാസത്തിലായിരിക്കും. ഓക്കേടാ. ശരി, ബൈ ചേച്ചി, ബായ് ബായ് എന്ന് പറഞ്ഞ് അവർ എണീറ്റ് പോവുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ട ചന്ദ്രിക മെല്ലെ അവിടെ നിന്നൊരു പുസ്തകം എടുത്ത് മുഖത്ത് മറിച്ച് അവിടെ ഇരുന്നു. ചന്ദ്രിക മുഖത്തുനിന്ന് മേഘ പോയതിന് ശേഷം പുസ്തകം മാറ്റി. അപ്പോൾ ചന്ദ്രനും പറയാണ്, എനിക്കും സമയമായി, ഞാനും പോവുകയാണ്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത്? ജോലിയുണ്ട് മോനെ, ഞാൻ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് ജോലിക്ക് പോകാം അച്ഛാ. ശരി മോളെ, നിങ്ങൾ കഴിച്ചിട്ട് പോയിക്കോ. അച്ഛനും അവിടെ നിന്നും എണീറ്റ് പോയി. അതെ, ആ സമയത്തും ചന്ദ്രിക പുസ്തകം എടുത്ത് മുഖം മറിച്ചിരിക്കുകയാണ്. ഇതെന്താ, ഈ രണ്ടുപേരും ചന്ദ്രനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും മഹേന്ദ്ര സാറും മലരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്താണ് സിദ്ധു കയറി വരുന്നത്. സിദ്ധു, നീയും ഇരിക്കും മോനെ, നിനക്കും ആഹാരം വിളമ്പാം. ആൻറ്റി, ചന്ദ്രികയും കൂടി വരട്ടെ, ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. മലർ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുകയാണ് സിദ്ധുവിനെ തന്നെ. അപ്പോൾ ലക്ഷ്മി പറയാണ്, അല്ല ചന്ദ്രിക ഇതെവിടെ പോയി? എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? അറിയില്ല, ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും വരാൻ സമയമായി, ഇപ്പോൾ വരും. മലർ, ദാ ഈ മുട്ട കഴിക്ക്, ലക്ഷ്മി മലറിനോട് പറയാണ്. എനിക്ക് പുഴുങ്ങിയ മുട്ട വേണ്ട, ഓംലേറ്റാ വേണ്ടത്. മലറിന് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്ക് ലക്ഷ്മി. ശരി ഏട്ടാ, ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നെ സിദ്ധു പറയാണ്, മലർക്കുട്ടി, ആൻറ്റിയെ നന്നായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലേ? അപ്പോഴാണ് ചന്ദ്രിക കയറി വന്നത്. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, വാ ചന്ദ്രികേ. അപ്പം സിദ്ധുവും പറയാണ്, വാ ചന്ദ്രികേ. മഹേന്ദ്ര സാർ പറയാണ്, സിദ്ധു ഭക്ഷണം കഴിക്കാതെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. ചന്ദ്രികെ, നീയും സിദ്ധുവിൻ്റെ കൂടെ ഇരിക്കുക, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ലക്ഷ്മി, വാ ഇരിക്ക്, കഴിക്കാം എന്ന് പറഞ്ഞ് സിദ്ധു ഇരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക വിളിക്കുകയാണ്, സിദ്ധു സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആണോ, എന്താ ചന്ദ്രികെ? അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്ര സാറും ഒക്കെ നോക്കുകയാണ് ചന്ദ്രികയെ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കരുതിയിട്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇന്നൊരു ക്ലയൻറ്റിനെ കണ്ട് കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രിക, അവിടെ മേഘയും ചന്ദ്രനും ഉണ്ടായിരുന്നു. മേഘയെ മനസ്സിലായി, പക്ഷേ ഏതായി ചന്ദ്രൻ? അനീഷിൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചില്ലേ, ആ ചന്ദ്രൻ. ചന്ദ്രിക അപ്പം പറയാണ്, മാലതി മുത്തശ്ശിയുടെ മരുമകൻ. സിദ്ധു അപ്പം പറയാണ്, ചന്ദ്രനും മേഘയും ഒരുമിച്ചിരുന്ന് എന്ത് സംസാരിക്കാനാ? അല്ല, അവർ തമ്മിൽ എന്താ ബന്ധം? ലക്ഷ്മി അപ്പം പറയാണ്, ഒരുപക്ഷേ മാലതി അമ്മായി മേഘയോട് ചന്ദ്രന് എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറഞ്ഞു കാണും, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാലോ. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, അവർ രണ്ടുപേരും സംസാരിച്ചത് പോട്ടെ എന്ന് വെക്കാം, പക്ഷേ മേഘയോടൊപ്പം മറ്റ് രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും മേഘയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഞാൻ മീറ്റ് ചെയ്തതുമാണ്. അവർ രണ്ടുപേരും ചന്ദ്രനെ അച്ഛാന്നാ വിളിച്ചിരുന്നത് അമ്മേ.
അതുകൊണ്ടാണ് എനിക്ക് ആകെ സംശയം തോന്നിയത്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്ത്? അത് കേട്ട് എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്, എന്താ സംഭവം എന്നറിയാതെ. അപ്പോൾ ലക്ഷ്മി ഇടയ്ക്ക് പറയാണ്, അവർ രണ്ടുപേരും ചന്ദ്രൻ്റെ മക്കളായിരിക്കും. മാലതി മുത്തശ്ശിയുടെ മരുമകനല്ലേ ചന്ദ്രൻ? മാലതി മുത്തശ്ശിയുടെ മകൾ പണ്ടേ മരിച്ചു പോയതല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാ ഈ ചന്ദ്രന് 2 മക്കൾ ഉണ്ടായത്? മാലതി ചെറിയമ്മയുടെ മകൾ മരിച്ചതിന് ശേഷം ചന്ദ്രൻ മറ്റൊരു വിവാഹം കഴിച്ചെന്നല്ലേ പറഞ്ഞത്? ആ കുട്ടികൾ ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കും. വീണ്ടും ചന്ദ്രിക പറയാണ്, അല്ല, മറ്റൊരു കാര്യമുണ്ട്. മനീഷിൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രൻ പണം മോഷ്ടിച്ചതും മേഘയും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ തോന്നുന്നു എനിക്ക്, സിദ്ധു സർ. അതേ ചന്ദ്രികയെ, ചന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി മേഘ അന്ന് ഒരുപാട് ശ്രമിച്ചിരുന്നു. അയാളെ അന്ന് പോലീസിൽ ഏൽപ്പിക്കാൻ പോയപ്പോൾ മേഘ എന്നെ തടഞ്ഞിരുന്നു അങ്കിളെ. ചന്ദ്രനെ അത്രയും വലിയ തെറ്റിൽ നിന്നും അവൾ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്തോ ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സാർ. ലക്ഷ്മി പറയാണ്, മാലതി, മേഘ, ചന്ദ്രൻ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും തന്നെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം സാക്ഷാൽ ഭഗവാന് മാത്രമേ അറിയൂ. ആ രഹസ്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും സിദ്ധു. എന്നാലേ മേഘയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ പറ്റൂ. ചന്ദ്രികയും പറയാണ്, ഉറപ്പായും സാർ. അപ്പോഴേക്കും മലറിനുള്ള ഓംലെറ്റുമായി ലക്ഷ്മി എത്തി. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ഇരിക്ക് ചന്ദ്രികയെ, രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഞാൻ മലർ ഓംലെറ്റ് കഴിക്കും മോളെ. മലർ കഴിക്കും മോളെ. അമ്മേ, ആ എന്താടാ? അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കമ്മേ. ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് സിദ്ധു അപ്പുറം മാറിയിരുന്നു കൊടുത്തു. മലറിൻ്റെ ആ സംസാരം കേട്ട് സിദ്ധുവിന് നല്ല വിഷമം തോന്നി. സിദ്ധുവിൻ്റെ മുഖത്ത് ആ വിഷമം കാണാനുണ്ട്. അപ്പോൾ ചന്ദ്രിക നോക്കുന്ന സമയത്ത് സിദ്ധുവിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചന്ദ്രികയ്ക്കും അതിലൊരു വിഷമം തോന്നി. സിദ്ധു ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മേഘ ചന്ദ്രനച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ, ക്യാൻഡിൽ ഊതി കേക്ക് കട്ട് ചെയ്യൂ എന്ന് പറയാണ്. അപ്പോൾ ഒളിഞ്ഞിരുന്ന ചന്ദ്രിക കേൾക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അച്ഛനോ? മറ്റുള്ള 2 കുട്ടികളും കൂടിയുണ്ട്. എല്ലാവരും കൂടി കൈയും മുട്ടി ആഘോഷിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ്. അപ്പോൾ ചന്ദ്രിക പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് ഷോക്കടിച്ചതുപോലെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, അച്ഛനോ? ചന്ദ്രനാണോ മേഘയുടെ അച്ഛൻ? ചന്ദ്രിക അപ്പം തന്നെ ഹെൽമെറ്റും വെച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. വേറൊരാൾ ചന്ദ്രികയുടെ പിന്നാലെ ഓടുന്നുണ്ട്. ചന്ദ്രിക ആരാണെന്ന് അറിയാഞ്ഞിട്ട്. എന്താടാ, എന്താ? അച്ഛാ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം ആ ചന്ദ്രിക കേട്ടു. അവൻ ചന്ദ്രികയെ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് മേഘ വല്ലാതെ അപ്സെറ്റായിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നവരേക്കും സീ യു ഓൾ.